ഇന്ന് പുതിയ പ്രിൻസിപ്പാൾ ചാർജ് എടുക്കുവല്ലേ, ഇനിയിപ്പോ വരുമായിരിക്കും. എല്ലാം സെറ്റ് ചെയ്തോ സാറ്? ചെയ്യുന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കക്കൂസി പോവാൻ മുട്ടിയിട്ട് വയ്യ. ടീച്ചർ എത്തിയെന്ന് തോന്നുന്നു. ടീച്ചർ, ഞാനാണ് ഈ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാൾ. ഓക്കേ കൃഷ്ണൻകുട്ടിയല്ലേ? എനിക്ക് ഈ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിന്റെ രജിസ്റ്റർ വേണം. സിൻസ് 2001. അത് പിന്നെ ടീച്ചർ, ഒരു പ്രശ്നമുണ്ട്. 2001 മുതലുള്ള രജിസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിലും 2016 രജിസ്റ്റർ ഇപ്പൊ ഇല്ല. ഈ തള്ളക്ക് എന്തിനൊക്കെ അറിയണം. വാഷ്റൂം പോവാൻ മുട്ടിയിട്ട് വയ്യ. ആ രജിസ്റ്ററിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ചരിത്രം തന്നെ പറയേണ്ടി വരും. ടീച്ചർ ബിസി അല്ലേ, പിന്നീട് ഒരു ദിവസം പറയാം. മൂഞ്ചി. അതിനാദ്യം ടീച്ചർ അവനെ പറ്റി അറിയണം. ഡിക്രൂ. 2001 ജൂൺ 1 ഈ സ്കൂളുമുണ്ടായി, അവനുമുണ്ടായി. 2016 +1 അഡ്മിഷൻ ഒന്നും കിട്ടാതെ തെണ്ടി നടന്ന് ലേറ്റ് അഡ്മിഷനായി ഇവിടെ എത്തി. അവന്റെ കാലിന്റെ സൈസ് 7 ആയിരുന്നെങ്കിലും അവന്റെ ഷൂവിന്റെ സൈസ് 10 ആയിരുന്നു. May I come in? ന്യൂ അഡ്മിഷൻ ആണോ? Yes teacher. കൂടെ പേരന്റ്സ് ആരും വന്നില്ലേ? Parents. മോനെ ഡിക്രൂ. അമ്മ. ബാഗും ചോറൊക്കെ വീട്ടിലിട്ടിട്ട് ക്ലാസ്സിന് കെട്ടി എടുത്തോണ്ട് വന്നേക്കണ്. അങ്ങനെ നിങ്ങൾ ഇതും കൊണ്ടുവരെ 20 രൂപയാണ് നഷ്ടമായ നീ കാരണം. രാവിലെ വേഷം കെട്ടി ഇറങ്ങിക്കോളും. അന്ന് ഈ സ്കൂളിലെ ക്ലാസുകൾ ഭരിച്ചത് കൊമേഴ്സ് ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. അങ്ങനെ അവൻ ഇവിടെ എത്തി. ഇവനാണോ നീ പറഞ്ഞേ? ഇതേതോ ചീള ചെറുക്ക്. നീ സാധനം എടുക്ക്. നീ പവർ കൂടിയ ഗുണ്ടതാ. ടീച്ചർ, ഈ ക്ലാസ്സിൽ ബെഞ്ച് റൊട്ടേഷൻ ഇല്ലേ? ബെഞ്ച് റൊട്ടേഷൻ പറയുമ്പോൾ നമ്മൾ ഇതുവരെ തുടങ്ങിയില്ലല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ ബെഞ്ച് റൊട്ടേഷൻ തുടങ്ങാം. ബാക്കിലുള്ളവരൊക്കെ ഓരോ ബെഞ്ച് ഫ്രണ്ടിലോട്ട് വരണം. പവർഫുൾ പീപ്പിൾസ് മേക്സ് പ്ലേസസ് പവർഫുൾ. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. അടുത്ത ക്ലാസ് അവനാണ് നമ്മുടെ ബാക്കില്. നല്ല അടി കിട്ടുമായിരിക്കും അല്ലേ? നീ എന്തിനു പേടിക്കണേ? അവ അടിച്ചാ നമ്മൾ അവനെ പിടിച്ച് ഇടിക്കും. എന്നാലും നോക്കാം. അങ്ങനെ എല്ലാരും കാത്തിരുന്ന ആ ദിവസം എത്തി. ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചേഴ്സ് ആയ ടോണിയുടെയും ബോണിയുടെയും ബാക്ക് ബെഞ്ചറായി ഡിക്രു എത്തി. പക്ഷേ ഡിക്രുവിന് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ റബ്ബർ ബാൻഡ് എടുക്ക്, നമുക്ക് തിരിച്ചടിക്കാം. ഞാൻ ഒന്നുമില്ല, എനിക്ക് വയ്യ അവരുടെ നടി വാങ്ങാൻ. നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി. ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? തോറ്റുപോയി. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാവില്ല. അതിന് ഒരു തീപ്പൊരി വേണം. അയ്യേ, ബെഞ്ച് റൊട്ടേഷൻ ഒക്കെ ചോദിച്ചു വാങ്ങി ബാക്കി ഇരുന്നിട്ട് എന്തിടാ നിനക്ക് അടിക്കണ്ടേ? പേടിച്ചു പോയോ നീ? ഈ ക്ലാസ്സിലെ ഡോൺ ആടാ ഞാൻ. അന്ന് കാട്ടുതീ പടർന്നു. ആ ഡിക്രു എവിടെ പോയി? അവനെ കാണാനില്ലല്ല. കണ്ട, ഡിക്രു നമ്മളെ പേടിച്ചു പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവ ഏതോ ചീള് ചെറുക്കനെന്ന്. ഇന്റർവെല്ല് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയിട്ട് ഡിക്രു ഇതുവരെ കേറിയില്ലാന്നോ? അവൻ എവിടെ പോയി? അവൻ മുള്ളാൻ പോയതായിരുന്നു. ടോണിയെയും ബോണിയെയും നേരിടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ സ്കൂളിലെത്തി. ടോണി, ബോണി, എന്താടാ ചീള് ചെറുക്ക, ഒറ്റയ്ക്ക് വന്നോ നീ? ഇതെങ്ങനെ സംഭവിച്ചു? ആ ബാക്കി രണ്ടുപേർ എങ്ങനെ ഡിക്രുവായിട്ട് ഫ്രണ്ട്സായി? അമ്മ, ക്ലാസ്സിലെ പിള്ളേരാരും എന്റെ അടുത്ത് നേരെ മിണ്ടുന്നില്ല. ഞാൻ ലേറ്റ് അഡ്മിഷനായി പോയോണ്ടായിരിക്കും അല്ലേ? ഭാഗ്യം, ഇനിയെങ്കിലും കൂട്ടുകൂടി രക്ഷിച്ചു പോവില്ലല്ല. ദൈവം എന്റെ പ്രാർത്ഥന കേട്ട്. അമ്മ
എനിക്ക് ഫ്രണ്ട്സ് വേണം. മിണ്ടാതിരുന്നോണം. കൂട്ടുകൂടി കറങ്ങി നടന്ന് ഒരു വക പഠിക്കാതിരിക്കാനാണെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. അവന് ഫ്രണ്ട്സ് വേണം പോലും. ഈ അമ്മ അല്ലെങ്കിലും ഇങ്ങനെ തന്നെ. ലോകത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല മക്കളെ. ഈ കിളവൻ ചത്തില്ലേ? ചതിച്ചില്ലേന്നോ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല മക്കളെ. അപ്പൂപ്പ അതല്ല, ഒരു ഹെൽപ്പ് വേണം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കണം. ജ്യൂസ് ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. നീ യൂട്യൂബ് കണ്ടു നോക്ക്. അപ്പൂപ്പ കൂട്ടുകാരെ വേണം എന്നാണ് പറഞ്ഞേ. ഓ അതായിരുന്ന, അതിനൊരു വഴിയുണ്ട്. കഴിഞ്ഞ ദിവസം ഡിക്രു ഇന്റർവെല്ലിന് ലേറ്റായി ക്ലാസ്സിൽ കയറിയതിന് 2 റീസൺ ഉണ്ടായിരുന്നു. 1, അവൻ മുള്ളാൻ പോയി. 2, അതിനൊരു വഴിയുണ്ട്. നീ കൂടെയുള്ള പിള്ളേർക്ക് പോപ്പിൻസ് മുട്ടായി വാങ്ങി കൊടുക്ക് മക്കളെ. യെസ്, പോപ്പിൻസ്, ദ ബോണ്ട് ബിറ്റ്വീൻ ഫ്രണ്ട്സ്. കലാഷ്നിക്കോവ്. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളായിരുന്നു. അയ്യോ ടീച്ചർ, വയലൻസ് വയലൻസ് വയലൻസ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ അവോയ്ഡ്. ബട്ട് violence likes me. I can't avoid. Can't avoid പോലും. Avoid ചെയ്തില്ലെങ്കിൽ നിന്നെ ആരെങ്കിലും ഈ സ്കൂളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പോണേ. കേട്ടല്ല? ഇനി ചെയ്യൂല ടീച്ചർ. ചെയ്യാതിരുന്നാൽ നിനക്ക് കൊള്ളാം. ആ ലൈൻ ഫോൺ ഇവിടെ വെച്ചിട്ട് പൊക്കോ. അന്ന് ഡിക്രുവിനെ അവന്റെ ടീച്ചർ വാൺ ചെയ്തു വിട്ടു. ഡിക്രുവിനെ മാത്രമോ? അപ്പോ ആ ടോണിയും പോണിയും അവരെ എന്താ ആ ടീച്ചർ വാൺ ചെയ്യാത്തെ? ടോണി നമ്മുടെ സ്കൂളിലെ ലേഹ ടീച്ചറിന്റെ അനിയന്റെ മോനായിരുന്നു. മനസ്സിലായോടാ? അതുകൊണ്ട് ഇവിടത്തെ ടീച്ചേഴ്സ് എന്നെ ഒരു ചുക്കും ചെയ്യൂല. നെപ്പോട്ടിസം. നമ്മുടെ സ്കൂൾ എന്താ ഇങ്ങനെ ആയത്? നിന്നെ ഞാൻ തകർക്കുവടാ. റബ്ബർ ബാൻഡ് വലിച്ച് പേപ്പർ മടക്കി ഗുണ്ടാക്കി അടിച്ചത് തകർച്ചക്കല്ല, ഉയർച്ചക്കാണ്. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഷോ ഇറക്കാതെ പോ നീ. ഡിക്രു, എന്താണ് അടുത്ത പരിപാടി? അവനെ അടിക്കണ്ടേ ഇനി? അവനെ ഇപ്പൊ അടിക്കാതിരിക്കണാണ് നല്ലത്. അതെന്ത് ചേട്ടാ, നമ്മൾ ഇനിയും അടിച്ച് സീനായ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ചാൻസ് കൂടുതലാണ്. ലേഹ ടീച്ചർ തന്നെ ആയിരിക്കും നമ്മളെ ലാസ്റ്റ് പുറത്താക്കാൻ പോണേ. അപ്പൊ എന്ത് ചെയ്യാനാണ് പ്ലാൻ? വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിലെ ലാസ്റ്റ് ഡേ മീൻസ് +1 അവസാന ദിവസം നമ്മൾ ഈ കടം തീർക്കും. അതാവുമ്പോ സ്കൂളിൽ നിന്ന് പുറത്താക്കൊന്നും പേടിക്കണ്ട. അവനെ ഒതുക്കിയ പിന്നെ ഈ സ്കൂളിലെ ഹീറോ ഞാനായിരിക്കും. ആ ഐഡിയ എന്തായാലും കൊള്ളാം. എന്തായാലും അതിനി കുറെ ദിവസമൊക്കെ ഇല്ലേ. നീ ആ കാര്യമൊക്കെ വിട്. നമുക്കിനി ക്ലാസ് ചില്ല ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കട്ടടിച്ച് പുലിമുരുകൻ കാണാൻ പോയാലാ? പുലി മുരുകനിൽ ഒറിജിനൽ പുലിയാണ് ഉള്ളതെന്നാണ് അറിഞ്ഞ്. പൊളിയായിരിക്കും അല്ലേ? തിയേറ്ററിൽ കാണുമ്പോ കിടിലായിരിക്കും. ഓ അത് തന്നെ, ലാലേട്ടനാണ് മുരുകൻ. ഓ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. ഞാൻ വിചാരിച്ചു മമ്മൂട്ടിയാണെന്ന്. ഒന്ന് മിണ്ടാതിരിക്കണേ. ഏതാടാ ഈ പെണ്ണ്? ഏതോ പെണ്ണ്. എന്ത് ഭംഗിയാടാ അവളെ കാണാൻ. ചുറ്റുമുള്ള ഒന്നും കാണണില്ല എനിക്ക്. ഞാൻ ഒന്ന് പോയി മുട്ടി നോക്കട്ടെ. ഹേ കുട്ടി, കൺഗ്രാറ്റുലേഷൻസ്. ഐ ലവ് യു. ചുറ്റുമുള്ള ഒന്നും കണ്ടില്ല. അടുത്തിരുന്ന പോലീസുകാരനെയും കണ്ടില്ല. അങ്ങനെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അന്ന് അവസാനിച്ചു. ഇതാണ് കഥയുടെ ഇന്റർമിഷൻ.
ഞാനിനി വാഷ്റൂം പോയിട്ട് വന്ന് ബാക്കി കഥ പറയാം. 2016 രജിസ്റ്റർ കാണാനില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ കഥയാണിത്. സത്യത്തിൽ ഈ കഥയും ആ രജിസ്റ്ററുമായി എന്താണ് ബന്ധം? ഓ, ഇവര് സമ്മതിക്കൂല. ടീച്ചറെ, ഇനി കഥ പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂല. അതെന്താ അത്രയ്ക്ക് ഇമോഷണൽ ആണോ കഥ? ഇനി ഞാൻ കൊറേ നേരായിട്ട് വാഷ്റൂം പോവാൻ അർജന്റ് ആയിട്ട് ഇരിക്കുവാണ്. ഞാൻ പോയിട്ട് വന്നിട്ട് പോയി ബാക്കി പറയാം. അങ്ങനെ ആഞ്ഞടിച്ച തിരമാലകൾ കുറച്ചു മാസത്തേക്ക് ശാന്തമായിരുന്നു. എന്നാൽ അത് വരാൻ പോകുന്ന സുനാമിക്ക് മുമ്പുള്ള ശാന്തതയായിരുന്നെന്ന് ആരും അറിഞ്ഞില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. എല്ലാവരും കാത്തിരുന്ന ആ ദിവസം എത്തി. വാലന്റൈൻസ് ഡേ. ഫെയർവെൽ ഡേ. ടീച്ചറെ, എന്തോന്ന് ചെയ്യണേ? നമ്മുടെ സ്കൂളിലെ രജിസ്റ്ററിൽ എന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതണയാ. ഇനി പിള്ളേരെ സൈൻ കൂടെ വാങ്ങണം. ടീച്ചറെ, പിള്ളേരെല്ലാരും ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിലോട്ട് പോവും. ഒന്നുമില്ല, ടീച്ചർ വരണില്ലേ? ഇത് കംപ്ലീറ്റ് ആക്കി പിള്ളേരുടെ സൈൻ കൂടെ വാങ്ങിയിട്ട് ഞാൻ വരാം. പിള്ളേരെ, നമ്മുടെ സ്കൂൾ രജിസ്റ്ററിൽ എല്ലാവരും സൈൻ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. നിങ്ങളുടെ പേരുള്ള കോളത്തിൽ സൈൻ ചെയ്തിട്ട് എല്ലാവരും വരിവരിയായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പറ്റുമോ? അവിടെ വെച്ചാണ് പരിപാടി നടക്കണേ. സാധനമൊക്കെ റെഡി അല്ലേ? ഇതാണ് ടൈം. ടീച്ചറെ, ഓഡിറ്റോറിയത്തിലോട്ട് ഇപ്പൊ തന്നെ വരാൻ പ്രിൻസിപ്പാൾ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇതിൽ സൈൻ ചെയ്തിട്ട് അങ്ങോട്ട് വാ കേട്ടോ. ഇതായിരുന്നു ഡിക്രുവും ടോണിയും ഒക്കെ കാത്തിരുന്ന ആ നിമിഷം. ക്ലാസ്സിലെ പിള്ളേരൊക്കെ പുറത്തു പോകുന്ന സമയം. അപ്പോ ശരിക്കുമുള്ള യുദ്ധം ഇതാണല്ലേ? അതെ. അപ്പോ രണ്ടുപേരും ഇതിന് പ്രിപ്പയർ ആയാണോ അന്ന് സ്കൂളിൽ വന്നത്? യെസ്, ദേ ആർ വെൽ പ്രിപ്പയർഡ്. പേപ്പർ മടക്കി ഗുണ്ടാക്കി ഓരോ ബോക്സിലാക്കി അവർ ക്ലാസ്സിൽ കൊണ്ടുവന്നു. നമ്മള് ബെഞ്ച് പൊക്കി പിടിക്കാം, നീ അടിക്ക്. അങ്ങനെ ഡിക്രുവും ഫ്രണ്ട്സും ബെഞ്ച് പൊക്കി പിടിച്ചും ടോണിയും ബോണിയും ചുമരിന്റെ പുറകിൽ നിന്നും യുദ്ധം തുടങ്ങി. തുറക്ക് സീസേ. ഹാപ്പി ദീപാവലി നൻപാ. മെഷീൻ ഗണ്ണോ? ഓ അല്ല, അതൊരു പഞ്ചിന് വേണ്ടി വെറുതെ പറഞ്ഞ. ഞാൻ ഉദ്ദേശിച്ചത് മെഷീൻ ഗണ്ണ് വെച്ച് അടിക്കണ പോലെ കുറെ ഗുണ്ട് ഡിക്രു അടിച്ചു. പക്ഷേ അടിക്കടാ. that was a patasse I shot. ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? ഇനി ഗുണ്ടില്ല. അവന്മാർ അടിച്ച ഗുണ്ടൊക്കെ തെറിച്ച് അപ്പുറത്താണ് ഫുള്ള് വീഴണേ. തോറ്റുപോയി. ഉണ്ടാക്കി വെച്ച ഗുണ്ടും തീർന്നു. ഡിക്രുവിന്റെ കണ്ണിനും പരിക്ക് പറ്റി. നിർത്താം, ഇനി വേണ്ട. അവൻ തന്നെ ഈ സ്കൂളിലെ ഹീറോ ആയിട്ടിരിക്കട്ടെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്കിനി വയ്യടാ, നീ പറ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ ചീട് ചെറുക്കന്മാരെ. നിർത്താൻ പറയടാ അവന്മാരോട്. മോനെ ഡിക്രു, നീ തളർന്നു പോവരുത്. തോറ്റുപോയി എന്ന് പറഞ്ഞ് പിന്മാറുന്നതിനേക്കാളും പൊരുതണം. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഡോക്ടർ ടോബിന്റെ അലർച്ചയേക്കാൾ ഭയങ്കരമായിരുന്നു. പോടാ, നിർത്തി പോടാ. ഇതാടാ ഗുണ്ട്, അടിക്കടാ. അങ്ങനെ പുതിയ ഗുണ്ടുകൾ ചീറിപ്പാഞ്ഞു. ടോണിക്കും ബോണിക്കും അവരെ എതിർക്കാനായില്ല. പുതിയ ഗുണ്ടോ? അവരുടെ ഗുണ്ട് തീർന്നു പോയിട്ട് ഈ ഗുണ്ട് എവിടെ നീട്ടി? 2016 സ്കൂൾ രജിസ്റ്റർ. യെസ്, പിള്ളേർക്ക് സൈൻ ചെയ്യാൻ ടീച്ചർ ക്ലാസ്സിൽ വെച്ചിട്ട് പോയ രജിസ്റ്റർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ രജിസ്റ്ററിലെ പേപ്പർ കീറിയാണ് ഡിക്രു ഗുണ്ടുണ്ടാക്കിയത്. കലാഷ്നിക്കോവ്. അങ്ങനെ 2016 സ്കൂൾ രജിസ്റ്റർ എവിടെ പോയി എന്നുള്ള ടീച്ചറിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. പക്ഷേ അത് +1 കഥ മാത്രമേ ആയുള്ളൂ. ഡിക്രുവിന് ആ സ്കൂളിൽ ഇനിയും ഒരു വർഷമുണ്ടായിരുന്നു.